Hi everyone, welcome to I+ Training Solutions. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളുടെ സോഷ്യോളജി UGC നെറ്റ് എക്സാം ജൂൺ സെഷനിലെ അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ അനാലിസിസുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു 10 ചോദ്യം നമ്മൾ കവർ ചെയ്തിരുന്നു. ഇനി ബാലൻസ് ആയിട്ട് നമുക്ക് നോക്കാം. 51 to 60 നമ്മൾ കവർ ചെയ്തു. ഇനി 61, ക്വസ്റ്റ്യൻ നമ്പർ 61. The indentured workers from colonial India were relocated to the following colonies across the world to work on plantations. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഏതൊക്കെ കോളനികളിലേക്കാണ് നമ്മുടെ ഇൻഡെൻറ്റുവേർഡ് വർക്കേഴ്സ് ഫ്രം കൊളോണിയൽ ഇന്ത്യ, കൊളോണിയൽ പീരീഡിൽ ഓക്കെ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യും, ഇവിടുന്ന് നമ്മുടെ ഇന്ത്യൻ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളെ ഇൻഡെൻറ്റുവേർഡ് വർക്കേഴ്സ് ആയിട്ട് എടുക്കും. ഇൻഡെൻറ്റുവേർഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത് കരാർ അടിസ്ഥാനത്തിലുള്ള വർക്കേഴ്സ് ആയിട്ട് എടുത്തിട്ട് ഇവരുടെ തന്നെ പല കോളനികൾ അല്ലേ, ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യ മാത്രമല്ലല്ലോ കോളനി, പല കോളനികളുണ്ട്. അപ്പോൾ ഈ പല കോളനികളിലെ പ്ലാന്റേഷനുകളിൽ വർക്ക് ചെയ്യാനായിട്ട് ഇവരെ വിടും. അപ്പോൾ മെയിനായിട്ട് ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോയിരുന്ന കുറച്ച് പ്ലാന്റേഷൻ സ്ഥലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്, അവരുടെ കോളനികൾ ഏതൊക്കെ കോളനികളിലേക്കാണ് കൊണ്ടുപോയിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സുറിനാം, കൊളംബിയ, ഫിജി, മൗറീഷ്യസ്, ന്യൂ ഗിനിയ. അപ്പോൾ ഇതിലേതാണ്? സുറിനാം ഉണ്ട് കേട്ടോ, സുറിനാം ശരിയാണ്, ഫിജിയും ശരിയാണ്, മൗറീഷ്യസും ശരിയാണ്. അപ്പോൾ ACD ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നോക്കാം. സുറിനാമിലേക്ക് കൊണ്ടുപോയിരുന്നു, ദെൻ ഫിജിയിലേക്കും കൊണ്ടുപോയിരുന്നു, മൗറീഷ്യസിലേക്കും കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇത് മൂന്നുമാണ് ACD. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ACD ആണ്. ഓക്കെ, ഒരു ബ്രിട്ടീഷ് നമ്മുടെ ഒരു മിഡീവൽ പീരീഡ് ഓഫ് ടൈമിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, then according to Ferdinand de Saussure, which are the two defining traits of the linguistic signal? ഒരു linguistic signalന്റെ two defining traits ഫെർഡിനാൻഡ് ഡി സോഷറിനെ, അദ്ദേഹമാണ് ലിംഗ്വിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന ലിംഗ്വിസ്റ്റിക് സിഗ്നൽ 3 ഡിഫൈനിങ് ട്രൈറ്റ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് സിഗ്നൽ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് ആർബിട്രേറിയൻസ്, ദെൻ ഡിഫറൻസ്, സിഗ്നിഫയർ, ലീനിയാരിറ്റി, സിഗ്നിഫൈഡ്. 3 അല്ല, 2 ഡിഫൈനിങ് ട്രൈറ്റ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് സിഗ്നൽ. ഇതിൽ 2 എണ്ണം അദ്ദേഹം പറയുന്ന ഡിഫൈനിങ് ട്രൈറ്റ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് സിഗ്നലാണ്. ഏതൊക്കെയാണ്? ആർബിട്രേറിയനെസ് ഉണ്ട് അല്ലേ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നതാണ് ആർബിട്രേറിയനെസ്. ലിംഗ്വിസ്റ്റിക് സിഗ്നലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രൈറ്റ് ആണ്. ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. സിഗ്നിഫയറും ഇല്ല. പിന്നെ വരുന്നത് ലീനിയാരിറ്റിയാണ്, ലീനിയാരിറ്റി ശരിയാണ്. ദെൻ സിഗ്നിഫൈഡ് ഇല്ല. അപ്പം ആർബിട്രേറിയനെസും അതുപോലെ തന്നെ ലീനിയാരിറ്റിയുമാണ് 2 ഡിഫൈനിങ് traits of linguistic signal according to whom? According to Ferdinand de Saussure. Okay, so Aയും Dയും ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is true about the role of theory in research? നമ്മളുടെ റിസർച്ചിൽ തിയറിയുടെ റോള് എന്താണ് എന്ന് പറയുന്നതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ദ റോൾ ഓഫ് തിയറി ഇൻ റിസർച്ച്? ഇറ്റ് പ്രൊവൈഡ്സ് ഓറിയന്റേഷൻ ടു റിസർച്ച്. നമുക്ക് ആൻസർ ആണോ അല്ലയോ എന്ന് പറഞ്ഞു തന്നെ പോയി. ഇറ്റ് പ്രൊവൈഡ്സ് ഓറിയന്റേഷൻ ടു റിസർച്ച് ആണോ? ആണ്, ശരിയാണ്. ഒരു റിസർച്ചിന് ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്നുണ്ട് തിയറി ഉണ്ടെങ്കിൽ അല്ലേ. തിയറി ഡസ് നോട്ട് സമ്മറൈസ് അബൌട്ട് വാട്ട് ഈസ് ഓൾറെഡി അബൌട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. തിയറി ഡസ് നോട്ട് സമ്മറൈസ് അബൌട്ട് വാട്ട് ഈസ് ഓൾറെഡി നോൺ അബൌട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. തെറ്റാണത് അല്ലേ. തിയറി സമ്മറൈസ് ചെയ്യുന്നുണ്ട് ആണ്. ഓക്കെ, ദെൻ തിയറി പോയിന്റ്സ് ടു ഗ്യാപ്പ് ഇൻ നോളജ്. ശരിയാണ് അല്ലേ. തിയറി ഒരു നോളജ് ഗ്യാപ്പ് ഒക്കെ പോയിന്റ് ചെയ്യുന്നുണ്ട്, ഗ്യാപ്സ് ഇൻ നോളജ്. ദെൻ തിയറി പ്രഡിക്ട്സ് ഫാക്ട്സ്. ശരിയാണ് അല്ലേ, അത് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. തിയറി കൺസെപ്ച്വലൈസേഴ്സ് ആൻഡ് ക്ലാസിഫൈസ് ഡേറ്റ. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ACDE ആണ് ആൻസർ. ACDE ഓപ്ഷനിലുണ്ടോ നോക്കൂ. ഉണ്ട് അല്ലേ. ഓപ്ഷൻ 2 ആണ് ACDE. ACDE ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിയററ്റിക്കൽ സാമ്പിളിംഗ് ഈസ് യൂസ്ഡ് വെൻ. എപ്പോഴാണ് നമ്മൾ തിയററ്റിക്കൽ സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്? എക്സ്റ്റൻഷൻ ഓഫ് ദ ബേസിക് പോപ്പുലേഷൻ ഈസ് നോട്ട് ഇൻ അഡ്വാൻസ്. ഫീച്ചേഴ്സ് ഓഫ് ദ ബേസിക് പോപ്പുലേഷൻ ആർ നോട്ട് ഇൻ അഡ്വാൻസ്. സാമ്പിൾ സൈസ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ്. റിപ്പീറ്റഡ് ഡ്രോയിങ് ഓഫ് സാമ്പിളിംഗ് എലമെന്റ്സ് വിത്ത് ക്രൈറ്റീരിയ ടു ബി ഡിഫൈൻഡ് അഗൈൻ ഈച്ച് സ്റ്റെപ്പ്. സാമ്പിളിംഗ് ഈസ് ഫിനിഷ്ഡ് വെൻ ദ ഹോൾ സാമ്പിൾ ഹാസ് ബീൻ സ്റ്റഡീഡ്. എപ്പോഴൊക്കെയാണ് തിയററ്റിക്കൽ സാമ്പിളിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആൻസർ പറഞ്ഞു തരണോ? എക്സ്റ്റൻഷൻ ഓഫ് ദ ബേസിക് പോപ്പുലേഷൻ ഈസ് നോട്ട് നോൺ ഇൻ അഡ്വാൻസ് അല്ലേ, ശരിയാണ്.
ദെൻ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ദ ബേസിക് പോപ്പുലേഷൻ ആർ നോട്ട് നോൺ ഇൻ അഡ്വാൻസ്. അപ്പോഴൊക്കെ നമ്മൾ തിയററ്റിക്കൽ സാമ്പിളിങ് യൂസ് ചെയ്യും. ദെൻ സാമ്പിൾ സൈസ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ്. ശരിയാണ് അല്ലെ, സാമ്പിൾ സൈസ് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻഡ് ആകുന്നില്ല അഡ്വാൻസ് ആയിട്ട്. ദെൻ റിപ്പീറ്റഡ് ഡ്രോയിങ് ഓഫ് സാമ്പിളിംഗ് എലമെന്റ്സ് വിത്ത് ക്രൈറ്റീരിയ ടു ബി ഡിഫൈൻഡ് ഇൻ ഈച്ച് സ്റ്റെപ്പ് അല്ലെ, അതും ശരിയാണ്. ദെൻ സാമ്പിളിംഗ് ഈസ് ഫിനിഷ്ഡ് വെൻ ദ ഹോൾ സാമ്പിൾ ഹാസ് ബീൻ സ്റ്റഡീഡ്. അത് തെറ്റാണ് അല്ലെ, തിയററ്റിക്കൽ സാമ്പിളിംഗ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ എ ബി സി ഡി ഓപ്ഷനിലുണ്ടോ നോക്കാം. എ ബി സി ഡി ഉണ്ട്, ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, എ ബി സി ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സിഗ്മണ്ട് ബോർമാൻ, ഗിഡൻസ്, നിസ്ബറ്റ്, റെഡ്ഫീൽഡ്, അതുപോലെ തന്നെ കൺസിക്വൻസസ് ഓഫ് മോഡേണിറ്റി, ദ ലിറ്റിൽ കമ്മ്യൂണിറ്റി, കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് ദ സോഷ്യോളജിക്കൽ ട്രഡീഷൻ. സോ നിങ്ങൾക്ക് അറിയാവുന്നവരെ കണക്ട് ചെയ്യാൻ നോക്കിയേ. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 എണ്ണം കിട്ടും അല്ലേ. അപ്പം നമുക്ക് പലർക്കും പലതായിരിക്കും കിട്ടുന്നത്, നിങ്ങൾ അത് വെച്ച് കണക്ട് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സിഗ്മണ്ട് ബോർമാൻ്റെ ആണ് കൾച്ചറൽ പ്രാക്ടീസ്, അത് കിട്ടി. ഓക്കെ, അതുകൊണ്ട് തന്നെ റോബർട്ട് റെഡ്ഫീൽഡിൻ്റെ ആണ് ദ ലിറ്റിൽ കമ്മ്യൂണിറ്റി. അപ്പോൾ എ 3 ഡി 4 സോറി ഡി 2 എ 3 ഡി 2 വരുന്ന ഓപ്ഷനുകൾ നോക്കി. എ 3 ഡി 2 A3 D2 അല്ലേ. ഓപ്ഷൻ 1 തന്നെ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബാലൻസ് ആയിട്ടുള്ള 2 പേരെയും കിട്ടും, അവരുടെ കാര്യങ്ങളും കിട്ടും. അപ്പം നിങ്ങളത് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് മാച്ച് ദ ഫോളോയിങ് ജസ്റ്റ് ഇങ്ങനെ ആക്കി അങ്ങ് വിടാതെ നിങ്ങൾ 4 പേരുടെയും ആ കൃത്യമായിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്ത് തന്നെ അത് പഠിച്ചു പോവുക. ഓക്കെ, സോ അതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ 3 ബേസിക് സോഴ്സസ് ഓഫ് പവർ വിത്തിൻ എനി പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തെ 3 ബേസിക് സോഴ്സസ് ഓഫ് പവർ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? 3 സോഴ്സസ് ഓഫ് പവർ. ഓക്കെ, ആൻസർ നമുക്ക് നോക്കാം. പ്രസ്റ്റീജ് ഇതിന്റെ ഒരു ബേസിക് പവർ ഓഫ് സോഴ്സ് ആണോ? സോറി, ബേസിക് സോഴ്സ് ഓഫ് പവർ ആണോ? ക്ഷമിക്കണം, അല്ല. ദെൻ ക്ലാസ് അല്ല. ഫോഴ്സ് ശരിയാണ്. ഇത് രണ്ടും അല്ല, അപ്പൊ തന്നെ ബാലൻസ് 3 എണ്ണം ആയിരിക്കും. ഇൻഫ്ലുവൻസ് ശരിയാണ് അല്ലേ. അതോറിറ്റി ശരിയാണ്. അപ്പൊ സി ഡി ഇ ആണ് ഇതിന്റെ ആൻസർ. 3 ബേസിക് സോഴ്സസ് ഓഫ് പവർ വിത്തിൻ എനി പൊളിറ്റിക്കൽ സിസ്റ്റംസ്. സി ഡി ഇ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 അല്ലേ. ഓപ്ഷൻ 3 ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ ആൽഫ്രഡ് ഷൂട്ട്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യോളജിക്കൽ തിയറൈസിംഗ് റിസൈഡ്സ് ഇൻ ഹിസ് എബിലിറ്റി ടു ബ്ലെൻഡ്. അപ്പോൾ ആൽഫ്രഡ് ഷൂട്ട്സ് അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ തിയറൈസിങ്ങിലെ കോൺട്രിബ്യൂഷൻ, അതിൽ മെയിൻലി അദ്ദേഹം 2 കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നതിൽ നല്ല എബിലിറ്റി ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് എന്നുള്ളത്? ഹസേൾസ് ഫിനോമിനോളജി വിത്ത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആണോ? മീറ്റ്സ് ഇൻട്രാക്ഷനിസം വിത്ത് വെബേഴ്സ് വെസ്റ്റ്ഹീൻ ആണോ? ഹസേൾസ് ഫിനോമിനോളജി വിത്ത് വെബേഴ്സ് ആക്ഷൻ തിയറി ആണോ? ഹസേൾസ് ഫിനോമിനോളജി വിത്ത് ദർക്കെയിം സോഷ്യോളജിസം ആണോ? ഇതിൽ ആൽഫ്രഡ് ഷൂട്ട്സ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഏതിലാണ്? ഏതൊക്കെ തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്? ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഹസേൾസ് ഫിനോമിനോളജി വിത്ത് വെബേഴ്സ് ആക്ഷൻ തിയറി. അദ്ദേഹം ഹസേൾസിന്റെ ഫിനോമിനോളജിയും വെബറിന്റെ ആക്ഷൻ തിയറിയും തമ്മിലാണ് ബ്ലെൻഡ് ചെയ്തത്. അതിൽ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം സോഷ്യോളജിക്കൽ തിയറിയൊക്കെ ഫോർമുലേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഹസേൾസ് ഫിനോമിനോളജി വിത്ത് വെബേഴ്സ് ആക്ഷൻ തിയറി. ആരാണ് അത് മറക്കല്ലേ, ആൽഫ്രഡ് ഷൂട്ട്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Then next ആണ് which of the following statements are associated with the McLuhan's understanding of media. മക്ലൂഹാന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മീഡിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളത്? പ്രിന്റഡ് പേജ് ഡിമാൻഡ്സ് കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ അൺലൈക്ക് ടെലിഫോൺ. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ല. പ്രിന്റ് ഈസ് ദ ടെക്നോളജി ഓഫ് ഇൻഡിവിജ്വലിസം ആണ്, ശരിയാണ്, അദ്ദേഹം പറഞ്ഞതാണ്. ഓക്കെ, ദെൻ സിനിമ ഈസ് എ കോൾഡ് മീഡിയം. ഇല്ല, സിനിമ ഈസ് എ കോൾഡ് മീഡിയം എന്ന് പറഞ്ഞിട്ടില്ല. ടെലിവിഷൻ ഈസ് എ കോൾഡ് മീഡിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. സിനിമ ഈസ് എ കോൾഡ് മീഡിയം എന്ന് അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, ബട്ട് ടെലിവിഷൻ ഈസ് എ കോൾഡ് മീഡിയം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദെൻ മീഡിയം ഈസ് ദ മെസ്സേജ്, അത് അദ്ദേഹം പറഞ്ഞു. സോ ബി ഡി ഇ ആയിരിക്കണം ആൻസർ. നോക്കാം, ബി ഡി ഇ ഓപ്ഷനിൽ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് അറേഞ്ച് ദ ഫോളോയിങ് റൈറ്റിംഗ്സ് ഓഫ് ബോർഡിയോ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ബോർഡിയോയുടെ ബുക്കുകൾ അല്ലെങ്കിൽ വർക്കുകൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ്.
An invitation to reflexive sociology, the logic of practice, distinction, a social critique of the judgment of taste, then masculine domination, language and symbolic power. ഇതിൻ്റെ കൃത്യമായ വർഷങ്ങൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറങ്ങിയത് ആദ്യം ഇറങ്ങുന്നത് ഡിസ്റ്റിങ്ഷൻ ആണ്. ഓക്കെ, 1979. അതിനുശേഷം ദ ലോജിക് ഓഫ് പ്രാക്ടീസ് 1980. ദെൻ അതിനുശേഷം ലാംഗ്വേജ് ആൻഡ് സിംബോളിക് പവർ 1991. ആൻഡ് ഇൻവിറ്റേഷൻ ടു റിഫ്ലക്സീവ് സോഷ്യോളജി 1992 ദെൻ ഇറങ്ങുന്ന ഏതാണ് ഏറ്റവും ലാസ്റ്റ് മസ്കുലിൻ ഡോമിനേഷൻ. ഓക്കെ, അപ്പം ഈ ഓർഡർ വരുന്നത് എങ്ങനെയാണ്? CBEAD എന്നാണ് വരുന്നത്. സിയിൽ തുടങ്ങും, ഡിയിൽ അവസാനിക്കും. CBEAD. അപ്പം നമ്മുടെ ഭാഗ്യത്തിന് അത് ഓപ്ഷനില്ല. അപ്പം സിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്നത് വെച്ച് നമുക്ക് ഓപ്ഷൻ ഏതങ്ങ് എഴുതാം? 2 അതിൻ്റെ ഇതിൽ അവർ കൊടുക്കുന്ന ഒരു ആൻസർ കീ. ഓക്കെ, CEBAD. ഓക്കെ, സോ ഈ ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ എല്ലാം ഒരു പ്രശ്നം അതാ, ക്വസ്റ്റ്യനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചില വർഷങ്ങളും കാര്യങ്ങളും എല്ലാവേ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചോട്ട് പോയാൽ തന്നെ ഉള്ള അവസ്ഥ ഇതാ. ഓക്കെ, കൃത്യമായ വർഷങ്ങളൊക്കെ വെച്ച് പഠിച്ചിട്ട് പോയാൽ തന്നെ അത് ഓപ്ഷനിൽ കാണത്തില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ അങ്ങ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയും കൂടാണ്. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ്ങിനെ ക്രോണോളജിക്കൽ ഓർഡർ. ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്, കോപ്പൻഹേഗൻ സമ്മിറ്റ്, എർത്ത് സമ്മിറ്റ് ടു റിയോ, അതായത് റിയോ എർത്ത് സമ്മിറ്റ്, ദെൻ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP. ഓക്കെ, ഇതിൻ്റെയൊക്കെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ക്രോണോളജിക്കൽ ഓർഡർ ആക്കാൻ. അപ്പോൾ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്? 1972 ആദ്യം വരുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. അതിനുശേഷം എർത്ത് സബ്മിറ്റ് ടു റിയോ 1992 റിയോ എർത്ത് സബ്മിറ്റ്. അതിനുശേഷം ക്യോട്ടോ പ്രോട്ടോകോൾ 1997. ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് വന്നത് കോപ്പൻഹേഗൻ സബ്മിറ്റ് ആണ് 2009. ഓക്കെ, അപ്പോൾ ഓർഡർ വരുമ്പോൾ DCAB. ഓക്കെ, DCAB ഓപ്ഷൻ ഉണ്ടോ നോക്കാം. DCAB ഉണ്ട്, നമ്മുടെ ഭാഗ്യത്തിലുണ്ട് അത് ഓപ്ഷനിൽ. DCAB ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. കാരണം ഈ വർഷം, ഈ ഓരോ സബ്മിറ്റ് ചെയ്ത വർഷം, ഇതിപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് വരാം, അല്ലെങ്കിൽ പല രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് കൃത്യമായിട്ടും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ DCAB ആണ്. ഓക്കെ, എല്ലാ കൃത്യമായിട്ടുള്ള വർഷങ്ങൾ, എല്ലാ സബ്മിറ്റ് നടന്ന വർഷങ്ങൾ എവിടെയാണ് നടന്നത്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മൈന്യൂട്ടായിട്ട് അതിൻ്റെ ഒരു തീമും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. ഒരു 10 ക്വസ്റ്റ്യൻസും കൂടായി. നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക് യു.